നദികളുടെയും ജലാശയങ്ങളുടെയും പരിരക്ഷണത്തിന് സ്റ്റാറ്റ്യൂട്ടറി അതോറിറ്റി രൂപീകരിക്കണമെന്ന് മുൻ ജലവിഭവ വകുപ്പ് മന്ത്രി എൻ.കെ. പ്രേമചന്ദ്രൻ. ജലാശയങ്ങളുടെ സംരക്ഷണം പൂർണ്ണമായി ഈ അതോറിറ്റിയുടെ നിയന്ത്രണത്തിൽ കൊണ്ടുവരണമെന്നും അദ്ദേഹം പറഞ്ഞു. തൊടുപുഴ കാർഷിക മേളയിൽ ജലസംരക്ഷണം എന്ന വിഷയത്തിലുള്ള സെമിനാർ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഡൊമസ്റ്റിക് വെൽസ് അല്ലെങ്കിൽ ഗാർഹിക കിണറുകൾ പോലും ഭൂജല പരിപോഷണ പ്രക്രിയയിലൂടെ ശാക്തീകരിക്കാൻ കഴിയും. കഴിഞ്ഞ ഗവൺമെന്റിന്റെ കാലയളവിൽ തന്നെ 110 കോടി രൂപയുടെ ഒരു വലിയ പ്രോഗ്രാം ഗ്രൗണ്ട് വാട്ടർ ഡിപ്പാർട്ട്മെന്റ് തന്നെ തയ്യാറാക്കി കേന്ദ്ര ഗവൺമെന്റ് സമർപ്പിച്ചു. നിർഭാഗ്യം പോലും വരൾച്ചാക്കാലമാകുമ്പോൾ വെള്ളമില്ലാതെ ഉപയോഗശൂന്യമായി മാറുന്ന ഒരു സ്ഥിതിവിശേഷമുണ്ട്. നമുക്ക് റീചാർജ് ചെയ്യാൻ പറ്റും. വളരെ ഭംഗിയായി റീചാർജ് ചെയ്യാനുള്ള സ്കീമുണ്ട്. വളരെ ശാസ്ത്രീയമായിട്ടുള്ള പദ്ധതികളുണ്ട്. അങ്ങനെ മഴവെള്ള സംഭരണവും ഭൂജല പരിപോഷണത്തിന്റെ ഭാഗമായി മഴക്കുഴി നിർമ്മാണവും മൺകയ്യാല നിർമ്മാണവും അതുപോലെ തന്നെ കാർഷിക വൃത്തി അല്ലെങ്കിൽ കാർഷിക മേഖലയെ ജലസംരക്ഷണ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെടുത്തിക്കൊണ്ടുള്ള നിരവധി വാട്ടർഷെഡ് മാനേജ്മെന്റ് പ്രോഗ്രാമും ഒക്കെ പ്രയോറിറ്റൈസ് ചെയ്തുകൊണ്ട് നടപ്പാക്കാൻ നമ്മൾ തീരുമാനിച്ചാൽ ഗവൺമെന്റ് തീരുമാനിക്കുകയും ജനങ്ങളെ നിർബന്ധിതമായി അതിന് വിധേയമാക്കുകയും ചെയ്യുന്ന ഒരു സ്ഥിതി കേരളത്തിൽ ഉണ്ടാകേണ്ടിയിരിക്കുന്നു എന്നുള്ളതാണ് സമകാലിക ജലപ്രശ്നവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ നിന്ന് നമുക്ക് ബോധ്യപ്പെടുന്നത്. മോൻസ് ജോസഫ് എം.എൽ.എ, ജലവിഭവ വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറി വി.ജെ. കുര്യൻ, വാട്ടർ അതോറിറ്റി എം.ഡി. അശോക് കുമാർ സിംഗ്, ഡോക്ടർ കമലൻ ജോസഫ്, ബാബു എൻ. ജോസഫ്, ഡോക്ടർ പി.കെ. അബ്ദുൽ അസീസ് തുടങ്ങിയവർ സംസാരിച്ചു. ഇടുക്കി ജില്ലയിലെ പ്രമുഖ കോൺഗ്രസ് നേതാവും മരിയാപുരം പഞ്ചായത്ത് പ്രസിഡന്റുമായ എൻ.സി. ജോർജ് വാഹനാപകടത്തിൽ മരിച്ചു. എൻ.സി. ജോർജ് സഞ്ചരിച്ചിരുന്ന പഞ്ചായത്ത് വാഹനം പുലർച്ചെ വെഞ്ഞാറുമൂടിൽ ലോറിയുമായി കൂട്ടിയിടിച്ചാണ് അപകടമുണ്ടായത്. മൃതദേഹം തൊടുപുഴയിൽ പൊതുദർശനത്തിന് വെച്ചു. കോൺഗ്രസ് പ്രവർത്തകർ, വിവിധ കക്ഷി നേതാക്കൾ, ജനപ്രതിനിധികൾ, മറ്റ് സംഘടനാ പ്രവർത്തകരും ആദരാഞ്ജലി അർപ്പിച്ചു. 3 പ്രാവശ്യം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റായിരുന്ന എൻ.സി. ജോർജ് ഡി.സി.സി ജനറൽ സെക്രട്ടറിയുമായിരുന്നു. കെ.പി.സി.സി പ്രസിഡന്റ് രമേശ് ചെന്നിത്തലയും മുതിർന്ന കോൺഗ്രസ് നേതാക്കൾ തുടങ്ങിയവർ മൃതദേഹത്തെ അനുധാവനം ചെയ്യുന്നുണ്ട്. എൻ.സി. ജോർജിന്റെ നിര്യാണത്തെ തുടർന്ന് പി.ടി. തോമസ് എം.പിയുടെ 29ാം തീയതിയിലെ പരിപാടികൾ റദ്ദു ചെയ്തതായി എം.പിയുടെ ഓഫീസ് അറിയിച്ചു. ഇടുക്കി റവന്യൂ ജില്ലാ സ്കൂൾ കലോത്സവത്തിനുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായതായി മുനിസിപ്പൽ ചെയർമാൻ ടി.ജെ. ജോസഫ്, ഇടുക്കി ഡി.ഡി.ഇ. അനില ജോർജ് എന്നിവർ അറിയിച്ചു. ജനുവരി 1, 3, 4, 5 തീയതികളിൽ തൊടുപുഴ സെന്റ് സെബാസ്റ്റ്യൻസ് ഹൈസ്കൂൾ, ജയറാണി, സെന്റ് സെബാസ്റ്റ്യൻസ് UPS, മുനിസിപ്പൽ ടൗൺ ഹാൾ എന്നീ വേദികളിലാണ് മത്സരം. 1-ന് ഉച്ചയ്ക്ക് 2 മണിക്ക് തൊടുപുഴ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ആരംഭിക്കുന്ന ഘോഷയാത്ര സെന്റ് സെബാസ്റ്റ്യൻസ് ഹൈസ്കൂളിൽ എത്തുമ്പോൾ മന്ത്രി പി.ജെ. ജോസഫ് കലോത്സവം ഉദ്ഘാടനം ചെയ്യും. തൊടുപുഴ ഹയർ സെക്കൻഡറി സ്കൂളിൽ നിന്നും വർണ്ണശബളമായ ഘോഷയാത്രയോടുകൂടി തൊടുപുഴ സെന്റ് സെബാസ്റ്റ്യൻസ് ഹൈസ്കൂളിൽ എത്തിച്ചേരും. 4 മണിക്കാണ് ഉദ്ഘാടന സമ്മേളനം നടക്കുന്നത്. ഉദ്ഘാടനം ചെയ്യുന്നത് നമ്മുടെ തൊടുപുഴയിലെ എം.എൽ.എയും കേരള ജലവകുപ്പ് മന്ത്രി പി.ജെ. ജോസഫ് സാറാണ്. മുഖ്യ പ്രഭാഷണം നടത്തുന്നത് നമ്മുടെ ഇടുക്കി എം.പി. പി.ടി. തോമസ്. സ്വാഗതം ആശംസിക്കുന്നത് ശ്രീമതി അനില ജോർജ്, ജനറൽ കൺവീനർ വിദ്യാഭ്യാസ ഉപ ഡയറക്ടർ ഇടുക്കി. പിന്നെ അനുഗ്രഹ പ്രഭാഷണം നടത്തുന്നത് ഹവറൻ ഫാദർ കുര്യാക്കോസ് കൊടക്കല്ലി, കോപ്പറേറ്റീവ് എഡ്യൂക്കേഷൻ സെക്രട്ടറി കോതമംഗലം. പിന്നെ ഇടുക്കിയിലെ മറ്റ് MLA-മാരുണ്ട്, മറ്റ് ജനപ്രതിനിധികൾ എല്ലാവരും ഈ ഉദ്ഘാടന സമ്മേളനത്തിൽ പങ്കെടുക്കും.
5-ാം തീയതി വൈകുന്നേരം 5 മണിക്കാണ് സമാപന സമ്മേളനം. ആ സമ്മേളനത്തിൽ വെച്ച് വിജയികൾക്കുള്ള സമ്മാനദാനങ്ങൾ നിർവഹിക്കുന്നതാണ്. അപ്പം 4 ദിവസമായി തൊടുപുഴയിൽ നടക്കുന്ന റവന്യൂ ജില്ലാ സ്കൂൾ കലോത്സവത്തിന്റെ ഒരുക്കങ്ങളെല്ലാം പൂർത്തിയായി. 7 വേദികളിലായിട്ടാണ് ഈ പരിപാടികൾ നടക്കുന്നത്. സെന്റ് സെബാസ്റ്റ്യൻസ് ഹൈസ്കൂളിലും അതുപോലെ സെന്റ് സെബാസ്റ്റ്യൻ UP സ്കൂളിലും ജയറാണി EMHSSലും തൊടുപുഴ ടൗൺ ഹാളിലും അങ്ങനെ 4 സ്ഥലങ്ങളിലായിട്ട് 7 സ്റ്റേജിലായിട്ടാണ് ഈ മത്സരം നടക്കുന്നത്. തൊടുപുഴ നഗരത്തിലെ കുടിവെള്ളം മുടക്കി ജല അതോറിറ്റിയുടെ വിതരണ പൈപ്പ് തകർന്നു. വാട്ടർ അതോറിറ്റി റോഡ് കഴിഞ്ഞ രാത്രി 2 മണിയോടെയാണ് പ്രധാന വിതരണ കുഴലായ 500 M കാസ്റ്റ് അയൺ പൈപ്പ് തകർന്നത്. ഇതോടെ വെങ്ങല്ലൂർ, ഇടവെട്ടി ഒഴികെയുള്ള മുഴുവൻ ഭാഗങ്ങളിലും ജലവിതരണം തടസ്സപ്പെട്ടു. ശനിയാഴ്ച പുലർച്ചെയോടെ ജലവിതരണം പുനഃസ്ഥാപിക്കാൻ കഴിഞ്ഞേക്കുമെന്ന് ജല അതോറിറ്റി അധികൃതർ അറിയിച്ചു. 20 വർഷം മുൻപ് അർബൻ വാട്ടർ സപ്ലൈ സ്കീം കമ്മീഷനിംഗ് സമയത്ത് സ്ഥാപിച്ച പൈപ്പാണ് പൊട്ടിയത്. എക്സൈസ് വകുപ്പ് വിദ്യാർത്ഥികൾക്ക് വേണ്ടി സംഘടിപ്പിക്കുന്ന ബോധവൽക്കരണ പരിപാടിയായ പ്രൊജക്ട് കാൻഡിൽ ലൈറ്റ് സമാപിച്ചു. തൊടുപുഴ ഡീപ്പോൾ സ്കൂളിൽ നടന്നുവന്ന പരിപാടിയുടെ സമാപന യോഗം കുടുംബ കോടതി ജഡ്ജി ഇമ്മാനുവേൽ J. കോലടി ഉദ്ഘാടനം ചെയ്തു. എക്സൈസ് വകുപ്പ് ഉദ്യോഗസ്ഥർ, ലയൺസ് ക്ലബ്, ഫ്യൂജി ഗംഗ, നാഗാർജുന തുടങ്ങിയവരുടെ പ്രതിനിധികൾ പങ്കെടുത്തു. ആ നിക്ഷേപത്തിന് എന്തെങ്കിലും സാരമായ ഫലപ്രയോജനമെങ്കിൽ അതിന്റെ ആരംഭം താഴെ നിന്ന് കൗമാര പ്രായത്തിനായ കുഞ്ഞുങ്ങളുമായി താല്പര്യമുള്ള ആ സത്യം നാം കണ്ടെത്തുന്നതിൽ കാലതാമസം വരുത്തിയിട്ടുണ്ട് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. നേരത്തെ പ്രായമായവരുടെ ഇടയിൽ മദ്യപാനശീലമുള്ളവരുടെ ഇടയിൽ മദ്യപാനത്തിലെല്ലാവർക്കും ഇടയിലിട്ടും ക്യാമ്പ് എന്തുമാത്രം നടത്തുകയാണ് ശരി, അത് പൂർണ്ണവിജയം കൈവരിക്കാൻ കഴിയുകയില്ല. പക്ഷേ വളർന്നു വരുന്ന കുഞ്ഞുങ്ങളുടെ മനസ്സിലേക്ക് ഈ ചിന്തകൾ കടന്നു പോവുകയാണെങ്കിൽ ലഹരി പദാർത്ഥങ്ങളും മനുഷ്യ ജീവിതത്തെ എന്തുമാത്രം വിനാശകരമായാണ് ബാധിക്കുന്നത് എന്ന ചിന്ത അവരുടെ കുഞ്ഞു മനസ്സുകളിലേക്ക് കടന്നുപോവുകയാണെങ്കിൽ തീർച്ചയായും അവർ വളർന്നു വരുന്ന കാലഘട്ടങ്ങളിൽ ഈ യുവത്തിലേക്ക് മനസ്സിലാക്കുവാൻ, അത് മനസ്സിൽ കരുതിക്കൊണ്ട് അതിൽ നിന്ന് വിട്ടുമാറുവാൻ, അങ്ങനെ ഭാരതത്തിന്റെ വികാരാന്തരായ കുഞ്ഞുങ്ങളെ ലഹരി മരുന്നിൽ നിന്നും മദ്യപാനത്തിൽ നിന്നൊക്കെ വിടുവിക്കുവാൻ ഇതുപോലെയുള്ള ക്യാമ്പുകൾ അവരവരുടെ പരിപാടികളെ കൊണ്ട് സാധിക്കും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാഞ്ഞിരമറ്റം ശ്രീ മഹാദേവ ക്ഷേത്രത്തിൽ ഭാഗവത സപ്താഹ യജ്ഞം നടക്കുകയാണ്. കണ്ടമംഗലം നാരായണൻ നമ്പൂതിരിയുടെ മുഖ്യ കാർമ്മികത്വത്തിലാണ് യജ്ഞം നടക്കുന്നത്. 23-ന് ആരംഭിച്ച യജ്ഞം 30-ന് അവഭൃത സ്നാനത്തോടെ സമാപിക്കും. ततो निज्ञापि भगवान् सुभवं प्रागवस्थितान् वल्सान् प्लिनमानिन्येधा पूर्वसखं स्वकम् एकस्मिन्नपि याते प्राणयशञ्चान्तरात्मना कृष्णमायाहता राजन् क्षणार्धं मे निरेर्भगा किं किं न विस्मरन्तीह माया मोहितचेतसा यन्मोहितं जगत्सर्वम् अभीक्षणं विस्मृतात्मकम् पूजुश्च सुहृदः कृष्णं स्वागतं ते तिरंहसा नैकोऽप्यभोजिकबल एहिवधात विचित्रिताङ्गप्रोद्दामवेणुदलशङ्करसोत्सवाढ्य वल्सान् गृणन्ननुगीतपवित्रकीर्तिर्गोविदामयं चास्मादिति बालाव्रजे जगु राजोऽहं भवेत् यो भूतपूर्वस्तोकेषु सोद्भवेद्वल्लभतयैव हि तद्राजेन्द्र यथा स्नेहात्मवल्प्रिय यज्जीर्यत्यपि देहेऽस्मिन् जीविताशा बलीयसि तस्मै हि त्वम्
ആത്മാനമഖിലാത്മനാം ജഗദ്ധിതായ സോപ്യത്ര ദേഹി വാ ഭാതി മായയാ. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.